ഹലോ ഫ്രണ്ട്സ്, കുറച്ച് പ്ലാവിലിയും ഈർക്കലിയും ഇഡ്ലിയുടെ മാവുമാണ് ഇന്നത്തെ റെസിപ്പിക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ ചെയ്യണത് പ്ലാവിലകൾ കൂട്ടി കുത്തിയിട്ട് ഒരു കൂട ഉണ്ടാക്കിയിട്ട് അതിൽ ഇഡ്ലിയുടെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് എങ്ങനെയാണ് പ്ലാവില കുത്തുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ 4 പ്ലാവിലകൾ നേരെയും കുറുകിയായിട്ട് വെച്ചിട്ട് ഈ 4 എണ്ണം കൂടി അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഈർക്കൽ കൊണ്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡുകൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടും ഗ്യാപ്പ് പാടില്ല, ഒട്ടും വിടവ് വരാനായിട്ട് പാടില്ല. അങ്ങനെ വിടവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒട്ടും വിടവ് വരാതെ ഈ പ്ലാവിൻ്റെ ഇലകൾ തമ്മിൽ കൂട്ടിയിട്ട് ഒന്ന് കൂട്ടിയിട്ട് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നല്ല കൂടയുടെ സൈസാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കുത്തിയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണതെന്നുള്ളത്. കുറച്ച് തളിരായിട്ടുള്ള പ്ലാവിൻ്റെ ഇലയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്കിവിടെ അങ്ങനത്തെ തളിരില കിട്ടാനില്ലാത്തത് കൊണ്ടാണ് കുറച്ച് മൂപ്പുള്ള ഇങ്ങനത്തെ ഇലകൾ ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ ഞെട്ടി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഉൾഭാഗം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വളരെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ ഇഡ്ലിയുടെ മാവ് ഒന്ന് നന്നായിട്ട്, സാധാരണ ഇഡ്ലി മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇഡ്ലി മാവ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു തവി ഇഡ്ലി മാവ് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉൾഭാഗം ഓട്ടയും കാര്യങ്ങളും ഒന്നുമില്ല, ഗ്യാപ്പൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട് അല്ലേ. അപ്പോൾ തവി ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 തവി എടുത്ത് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അത് പൊന്തി വരാനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ വിടണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഇഡ്ലി ശരിക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ സാധാരണ വേവുന്ന സമയം തന്നെയാണ് ഇതിന് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് നമുക്ക് ഇഡ്ലി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു വിള്ളലൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇഡ്ലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെന്തോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. അതിന് നമ്മൾ ആ പിൻ ചെയ്തതൊക്കെ ഒന്ന് എടുക്കുക. എന്നിട്ട് ആ പ്ലാവിൽ അതിന് മെല്ലെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള ഷേപ്പാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഷേപ്പാണ് ഉണ്ടാവുക. അതിലുപരി ആ പ്ലാവിലയുടെ മണവും അതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ ഈ ഇഡ്ഡലിയിലേക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. കാര്യം ഒരു 10-15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ ഇഡ്ഡലിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തളിര് പ്ലാവിലയാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ വയറിലൊക്കെ പുണ്ണ് വരുന്നതിനും അതുപോലെ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഈ പ്ലാവിലയുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ആയുർവേദം. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ തേങ്ങ ചട്നിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. 1 മുറി തേങ്ങ, അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി സവോള ഇഷ്ടമില്ല എന്നുള്ളവർ ചെറിയ ഉള്ളി എടുത്തോളൂ. പാകത്തിന്, എരിവിൻ്റെ പാകത്തിന് അനുസരിച്ച് മുളക് പൊടി ഇട്ടോളൂ. ഇവിടെ നമ്മളൊരു 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് വല്ലാണ്ട് വെള്ളമായിട്ട് അരച്ചെടുക്കരുത്, എന്നാൽ വല്ലാണ്ട് കട്ടിയാവരുത്. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. വല്ലാണ്ട് അരയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിയുടെ അയപ്പ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അരച്ചെടുക്കരുത്, എന്നാൽ ചട്നിയുടെ പാകത്തിന് കറക്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും നല്ല ടേസ്റ്റിയും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.